ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്. ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത് മാർക്കറ്റ് വളരെ കംഫർട്ടബിളി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച 24,500 എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയയിൽ നിന്നും മാർക്കറ്റ് ബൗൺസ് ചെയ്തു. 25,000 എന്നുള്ള 25,000 ടു 25,100 വരെയുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയും ഇന്നലെ ബ്രേക്ക് ചെയ്യപ്പെട്ടു. എന്നിട്ട് റീടെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇന്ന് കംഫർട്ടബിളി മാർക്കറ്റ് അതിന് മേളിൽ ഓപ്പൺ ചെയ്യാനാണ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ഇല്ലെങ്കിൽ ഒരു സ്വിംഗ് മാർക്കറ്റിൽ നിന്ന് ഒന്ന് മാർക്കറ്റ് മാറി ട്രേഡറിൻ്റെ അനുകൂലമായിട്ടുള്ളൊരു മാർക്കറ്റും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെവൽസ് നോക്കിയാൽ 24,800, 24,920, 25,000 ഓർ 25,100 ഇന്ന് ആ ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. 25,240, 25,350 ഓർ 400 വരെ ലെവല്. അടുത്ത് 25,500, 600 എന്നിങ്ങനെ ഉള്ള ലെവൽസ് മേളിലോട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിടാം. മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള നല്ല സാധ്യതകളുണ്ട്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. മാർക്കറ്റ് ട്രിക്കി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ മൂവ് ചെയ്യാതെ പോയേക്കാം, ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും മൂവ് ചെയ്യാം. ചിലപ്പോൾ ഈ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മാർക്കറ്റിൽ ആ ഒരു വലിയൊരു മൊമെൻറ്റം വന്നത് തന്നെ. അതായത് നിഫ്റ്റിയുടെ എക്സ്പയറി അല്ലേ, കൺസോൾട്ടേഷൻ വരും എന്ന് പ്രതീക്ഷിച്ചപ്പോൾ പെട്ടെന്നൊരു ബ്രേക്കൗട്ട് വന്നു. അതിഭീകരമായിട്ടുള്ള മൂവ് അവിടെ വന്നു എന്നുള്ളതാണ് അവിടുത്തെ സിറ്റുവേഷൻ. അതുപോലെ ഫ്രൈഡേയിൽ ആർ ബി ഐയുടെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് അവിടെയും നല്ലൊരു മൂവ്മെൻറ്റ് പെട്ടെന്ന് വന്നു. അപ്പോൾ അതിന് രണ്ടിനും കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങളിലേക്ക് ഒരുപാട് പോകുന്നില്ല. മാർക്കറ്റ് എന്തായാലും നല്ലൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചാർട്ട് പെട്ടെന്ന് ഒന്ന് എടുത്ത് തരാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇൻട്രാഡേയിലെ ലെവൽസ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രാഡേ സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇൻട്രാഡേയുടെ സ്റ്റോക്സ് റിലയൻസ് നമ്മൾ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നത്. റിലയൻസ് 1440 നിന്ന് ഒറ്റ ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 1460 മേളിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. HDFC ബാങ്ക് അതേ ട്രേഡ് അതുപോലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SBI ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. 790, 792 റേഞ്ചിൽ നിന്നപ്പോൾ മേടിക്കാൻ ഉള്ള ഐഡിയ അവിടെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. മേടിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം താല്പര്യമാണ്. ഷെയർ ചെയ്തത് ഐഡിയ മാത്രമാണ്. 792 ഐഡിയ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 820 മേളിൽ വീണ്ടും അതിന് ട്രേഡിംഗ് ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ 820 മേളിലായിട്ടുണ്ട്. അപ്പോൾ താഴ്ന്നെടുത്ത ആൾക്കാർക്ക് വീണ്ടും ഓൾറെഡി ഒരു 4-5% പ്രോഫിറ്റിലായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഇൻഫോസിസ് അവിടെ ഉണ്ടായിരുന്നു. റിലയൻസ് 1400 പറഞ്ഞൊരു ഓർമ്മയുണ്ട്, നോക്കി വെച്ചിരിക്കുക. ഇതെല്ലാം പറയുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ലാഭം തരുന്ന സംഭവമാണ്. നമ്മൾ ഒരു വർഷം FDയിൽ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 6.2% നമ്മുടെ, ഇല്ലെങ്കിൽ ഒരു 7% ആയിരിക്കും നമുക്ക് ലാഭമായിട്ട് കിട്ടുക. ഒരു സ്റ്റോക്കിനകത്ത് മാന്യമായിട്ടുള്ളൊരു മൂവ് തന്നാൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 10-20% റിട്ടേൺ ആണ്. ഒരു നല്ലൊരു ട്രേഡ് മാത്രം പറയുന്നതാണ്. കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടയിൽ നമുക്ക് ഏതാണ്ട് ഒരു 30ഓളം സ്റ്റോക്സ് 10% മേളിൽ റിട്ടേൺ തന്നിട്ടുണ്ട്. 10, 20, 30, 40 വരെ തന്നിട്ടുണ്ട്. VMM ഒക്കെ 40% ആയിട്ടുണ്ട്. അത്രയും നല്ല റിട്ടേൺ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 34-35% VMM വന്നിട്ടുണ്ട്. സോ ഇത്രയും റിട്ടേൺ കിട്ടുന്ന സിറ്റുവേഷനിൽ നമ്മൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, SL വെക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. അറിവുള്ള ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ അതിൽ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത്. ഒരാളെയും ബ്ലൈൻഡായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ബേസിക് നോളജ് അവിടെ ഉണ്ടായിരിക്കണം. ആ നോളജ് എടുത്തിട്ട് ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ ശ്രദ്ധിച്ച് നോക്കാം. എന്നിട്ട് അവരവരുടേതായ ഡിസിഷനും കൂടെ ചേർത്ത് അതിനൊരു വാല്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഐഡിയ പറഞ്ഞു തന്നാലും ഇത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ എടുത്ത് വെച്ച് ഫണ്ടമെൻ്റലും ടെക്നിക്കൽ അനാലിസിസും ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളതിൽ നിന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ, നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പോലും അതിനുശേഷം ഇന്നാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ 3 ദിവസത്തിന് ശേഷം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരാം. അപ്പോൾ SL വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം വരാം. അപ്പോൾ എല്ലാവരും ഇറങ്ങി പോകുന്ന സമയത്ത് ബാക്കി എല്ലാവരും ചിലപ്പോൾ 5% ആകുമ്പോൾ SL ആയി എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ അത് ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിക്കാണെങ്കിൽ ചിലപ്പോൾ 10-15% ലോസിൽ അത് കയ്യിൽ കീപ്പ് ചെയ്യേണ്ടി വരും. അത് അവരവരുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. ഓക്കെ,
അപ്പോൾ മാർക്കറ്റ് വളരെ പോസിറ്റീവാണ്. ഈ ചാർട്ട് കണ്ടാൽ അറിയാം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇതൊരു സ്വിങ് ഏരിയ ആയിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തോളം ഇങ്ങനെയാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ ഒരു ക്യാൻഡിലായിരുന്നു ഏറ്റവും നല്ലൊരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ കഴിഞ്ഞ കഴിഞ്ഞ നിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. നല്ലൊരു മൊമെൻറ്റ് പെട്ടെന്ന് ബൗൺസ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഇത് നമ്മുടെ ഈ പറഞ്ഞ പോലെ RBIയുടെ സംഭവം വെച്ചിട്ട് കയറിപ്പോയൊരു സംഭവമാണ്. സോ മൊത്തത്തിൽ മാർക്കറ്റ് ഓക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് 25,500 to 26,000 ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിന് മേളിൽ കയറി പോകാൻ നല്ല സാധ്യതയുണ്ട്. ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള നല്ല ഒരു സെറ്റപ്പാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത്. സോ നിങ്ങളുടെ സുഹൃത്തുക്കളും മാർക്കറ്റിൽ പേടിയില്ലാണ്ട് മാർക്കറ്റിൽ വന്ന് നിന്ന് കാര്യങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പ് നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രം പോകുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഈ ഇൻട്രാഡേ നോക്കാനാണെങ്കിലും ഈ ഇത്രയും സ്റ്റോക്സും വളരെ ഇൻട്രാഡേ സ്പെസിഫിക് ആയിട്ട് നിൽക്കുവാണ്. 1580 ആ ഒരു ലെവല് വരെ മൂവ് ഉണ്ട്. അതിനുശേഷവും മൂവ് ഉണ്ട്. 1440 മുതൽ 1460 1480 വരെ ഈസിലി മൂവ് കിടപ്പുണ്ട്. HDFC ബാങ്ക് 2000-ലേക്കൊരു മൂവ് കിടപ്പുണ്ട്. SBI 840-ലേക്കൊരു മൂവ് കിടപ്പുണ്ട്. ഓൾറെഡി ഇത് 792 നിന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ട്രേഡാണ്. അത് ഇൻട്രാഡേക്കാണെങ്കിലും അത് സ്വിംഗ് ട്രേഡിങ്ങിലത്തേക്കാണെങ്കിലും ലോങ് ടേമിൽ കംപ്ലീറ്റ്ലി മാർക്കറ്റ് ഓക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സേഫായിട്ട് ട്രേഡ് ചെയ്യുക. അടുത്ത ബാച്ച് വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വീക്കിൽ ചിലപ്പോൾ ഞാൻ അപ്പ് ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 2 EMI ആയിട്ടായിരിക്കും അതിൻ്റെ ഫീ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഓൾറെഡി അത് ചെറിയൊരു ഫീ ആണ്. അതിനിടയിൽ അത് 2 EMI ആയിട്ടായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് വരിക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. വളരെ സീരിയസ് ആയിട്ട് ഇത് പഠിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രം അതിനകത്ത് വരിക. ബിക്കോസ് അല്ലാതെ ഒരാൾ വന്ന് വെറുതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ക്വാളിറ്റി കൂടെ അവിടെ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഉറപ്പാണ്. നിങ്ങൾക്ക് ഇത് വളരെ കുഞ്ഞു ഫീയേ ഉള്ളൂ. അപ്പോൾ അതിലിരുന്നിട്ട് നിങ്ങൾക്കത് തറവായിട്ട് പഠിക്കണം. എൻ്റെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഇതൊരു ദിവസത്തെ ലോസ് ഇല്ലെങ്കിൽ ഒരാഴ്ചത്തെ ലോസിൻ്റെ എമൗണ്ട് ഇല്ലെങ്കിൽ ഒരാഴ്ചത്തെ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് അവിടെ ഫീ ഉള്ളൂ. എന്നാൽ ഇന്ന് നിങ്ങൾക്കൊരു 25 years ഓഫ് ഏജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത 40 years നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന മണി എങ്ങനെ സേഫായിട്ട് നിങ്ങൾക്ക് കാശ് മൾട്ടിപ്ലൈ അല്ല, അതിൻ്റെ പേര് കോമ്പൗണ്ടിങ് എന്നുള്ളതാണ്. വളരെ സ്ലോ ആയിട്ട് വളരെ നമ്മുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് നമുക്ക് ഒരു മാസം ചിലപ്പോൾ ഒരു 5%, 7% നമുക്ക് ലാഭം ഉണ്ടാക്കി തരുമോ, ഇല്ലെങ്കിൽ ഒരു 40-50% നമ്മുടെ ക്യാപിറ്റലിനെ നമുക്ക്, ഇല്ലെങ്കിൽ ഒരു 40% നമുക്ക് 7% FDയിൽ കിട്ടുന്നതിന് പകരം ഒരു 35-40% എങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങൾക്കറിയാം കഴിഞ്ഞൊരു 3 മാസം കൊണ്ട് എന്താണ് നമ്മുടെ ഗ്രൂപ്പിനകത്ത് വന്ന റിട്ടേണിൽ വന്ന മാറ്റം എന്നുള്ളത്. ഞാൻ വീണ്ടും ഒരിക്കൽ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അതേ സംഭവം അവിടെ ഞാൻ ലിങ്ക്ഡിനിൽ എൻ്റെ എല്ലാ സംഭവങ്ങളും ഞാൻ ലിങ്ക്ഡിനിലാണ് ഇടാറുള്ളത് ഈ ഗ്രൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രേഡിൻ്റെ ഓരോ ട്രേഡും നിങ്ങളെടുത്ത് നോക്കിലറിയാം. ഒരു 10-25% ഇടയിൽ ഓൾമോസ്റ്റ് 10 സ്റ്റോക്കോളം നമുക്ക് അവിടെ ഉണ്ട്. അത് മാത്രം മതി. അതിൻ്റെ അകത്ത് ഒരു 2 സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്ന് 35% മേളിൽ റിട്ടേൺ വരും. 2 സ്റ്റോക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓൾമോസ്റ്റ് 40-45% സ്റ്റോക്സ് അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ലേറ്റ് ആയിട്ടില്ല. ഒരിക്കലും നമ്മൾ ലേറ്റ് എന്നുള്ളത് ജീവിതത്തിൽ ചിന്തിക്കരുത്. ലേറ്റ് ആകുന്നില്ല. KFCയുടെ ഓണറായിട്ടുള്ള കെൻഡസ്കെ ആണെങ്കിലോ നമ്മുടെ എബ്രഹാം ലിങ്കൺ, ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ലൈഫിൽ ലേറ്റ് ആയിട്ടാണെങ്കിലും അവർ ആ സക്സസ്സിലേക്ക് പോയ ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് 25 ആയിട്ടുള്ളൂ, 35-55 ആയി പോയിട്ടുണ്ട്. നെവർ, യു ആർ നോട്ട് ടു ലേറ്റ്. അത് ടൈം ആയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ടൈം ഇന്ന് തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നന്നായിട്ട് ട്രേഡ് ചെയ്യുക, നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് ചോദിക്കുക, ഞങ്ങൾ അവിടെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ, ഹാവ് എ ഗുഡ് ഡേ.